ഗായ്സ് ഫൈനലി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ പോസിറ്റീവിൻ്റെ കൊട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അത്രയ്ക്ക് സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. ഞാൻ അങ്ങോട്ട് എന്താ പറയുക, സന്തോഷം കൊണ്ട് എൻ്റെ അഡ്രിനാലിൻ ഇങ്ങനെ തരിച്ച് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഗായ്സ്. നിങ്ങൾ തമിഴിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെ ഗായ്സ്, എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡായി. 4000 വാച്ചിങ് അവർ താണ്ടി, 1000 സബ്സ്ക്രൈബേഴ്സ് താണ്ടി എല്ലാം കടന്ന് ഇന്ന് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിക്കാണ് ഗായ്സ്. ഇതിൻ്റെ വിശേഷങ്ങൾ പറയാണ്ട് അതിൻ്റെ കൂടെ ഇതന്നെ 8 മാസം മുന്നേ ഞാൻ എങ്ങനെയാണോ ചാനൽ തുടങ്ങാൻ ആഗ്രഹിച്ചത് ആ ഒരു സെറ്റപ്പിലാണ് ഇന്ന് ഗായ്സ് ഞാൻ നിങ്ങളെ മുന്നിലെത്തിക്കുന്നത്. ഇവിടെ നിന്ന് വേണം എനിക്ക് തുടങ്ങാൻ. ഇതാണ് ഞാൻ ആഗ്രഹിച്ചൊരു മിനിമം സെറ്റപ്പ്. ഇത്രയെങ്കിലും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു കേട്ടോ. ഇപ്പൊ 1600 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. 4000 വാച്ചിങ് അവർ താണ്ടി എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ എന്തായി, ആഡ്സെൻസ് കിട്ടി. യൂട്യൂബിന്റെ പാർട്ണർ പ്രോഗ്രാമിൽ ഞാനും ജോയിൻ ചെയ്ത് ഗായ്സ്. അത് തന്നെ ഇനി ഞാൻ പരിപാടി നട്ടത്തെ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് പോയാൽ മതി. യൂട്യൂബിനെ പാർട്ണറാക്കിയ സ്ഥിതിക്ക് ഞാനിനി കുട്ടിക്കളി കളിച്ചാൽ പറ്റുമോ? ഇല്ല. അത് തന്നെ കാഴ്ച എനിക്കും പറയാനുള്ളത്. സോ മോണിറ്റൈസ്ഡ് ആയത് പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ ചാനൽ ആക്ച്വലി 1600 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ. ഞാൻ തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ദിവസം വന്നിട്ട് 3 സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ വീഡിയോക്ക് വന്ന് കയറുന്നത്. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട താരം സായി കൃഷ്ണ, നമ്മളെ സായി ബ്രോ അരിയാണ്ണൻ ആശാൻ വന്നിട്ട് കയറി വാ മോനെ എന്ന് പറഞ്ഞിട്ട് റൈസിൻ്റെ സിമ്പിളൊക്കെ ഇട്ടിട്ട് എൻ്റെ ആദ്യത്തെ വീഡിയോക്ക് ഒരു ബൂസ്റ്റൊക്കെ തന്നിട്ട് പോയി. അത് എനിക്കൊരു ഭയങ്കര പുഷ് ചെയ്ത് തന്നിട്ട് ഒരു കോൺഫിഡൻസ്. ഫസ്റ്റ് വീഡിയോൻ്റെ മൂപ്പരാൾ കണ്ടപ്പോൾ വേറെ എന്താ വേണ്ടിയില്ലേ. എനിവേ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ അംഗം തുടങ്ങുകയാണ്. ഓരോ ദിവസവും ഞാൻ ഓരോരോ രീതിയിൽ നമുക്ക് എന്താ പറയുക, കുന്നായ്മ പറഞ്ഞു റിയാക്ട് ചെയ്തു സംഭവങ്ങളൊക്കെ ആയിട്ട്, തമാശകളും സീരിയസ് ആയിട്ടും അങ്ങനെ 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 ഫണ്ണും പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് ഈ പരിപാടി ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകല്ലേ ഗൈസ്. എന്ത് രസമുണ്ട് എന്നറിയാം ഇപ്പോൾ കാണാൻ ഗൈസ്. എന്തല്ലേ സാമ്പത്തികം വേണം കേട്ടോ എവിടെയും. ഞാൻ ഈ ഒരു രീതിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ കഷ്ടപ്പെട്ട. ആക്ച്വലി ഞാൻ ഈ ലൈറ്റ് വെച്ച് നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ ലൈറ്റ് സംഭവങ്ങൾ ഇതൊക്കെ സെറ്റപ്പാക്കി ഓർഡറാക്കി എടുത്ത് പിന്നെ പറഞ്ഞാൽ എൻ്റെ അടുത്ത് എല്ലാ ഗാഡ്ജറ്റും കൂടെ ആയപ്പോഴാണ് കേട്ടോ എനിക്കൊരു ആത്മവിശ്വാസം നമ്മൾ ഉള്ളിൻ്റെ ഇങ്ങനെ കയറി വന്നത് കേട്ടോ. എനിക്കിത് നിങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് പറഞ്ഞുകാണ്ട് നിങ്ങളെ ഈ സന്തോഷം നിങ്ങളടുത്ത് അറിയിക്കണം എത്രയും പെട്ടെന്ന്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ തന്ത്രപ്പാട് കാണിച്ചിട്ട് ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ നിങ്ങളടുത്ത് ഈ മാറ്റർ പറയാന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. പിന്നെ ഈ ഇത്രയും സന്തോഷമുള്ള കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരുന്നിട്ട് അത് നിങ്ങളെ അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ അല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ നല്ല കണ്ടന്റ് പുറത്തായിട്ടുള്ള പരിപാടിയായിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് വരണം എന്നൊക്കെയാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല ഗൈസ്. മോണിറ്റൈസേഷനും കൂടെ ഇന്ന് എനിക്ക് അപ്രൂവലായിട്ട് കിട്ടിയപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഗൈസ്. ഫസ്റ്റായിട്ട് പറയാനുള്ളത്, എൻ്റെ പ്രധാനപ്പെട്ട ഞാൻ അത്രയും വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ കാത്ത് നിന്ന് തിരഞ്ഞ് ഞാൻ മേടിച്ചൊരു മുതൽ. ഫ്രഷ് ഒന്നുമല്ല, യൂസ് ആണ്, എന്നാലും കുഴപ്പമില്ല. ഈ മുതൽ ഗൈസ് മാക്ബുക്ക് പ്രോ. ഏതൊരാളെയും ഒരു ഡ്രീമാണല്ലേ, എഡിറ്റ് ചെയ്യാനും കളർ ചെയ്യാനും എല്ലാത്തിനും ഈ സാധനം മതി ഗൈസ്. ഈ സാധനം മതി, മാക്ബുക്ക്. ഇവൻ വന്നതിന് ശേഷം എൻ്റെ ഫോണും ഈ മാക്കും കൂടെ കാണിച്ചൊരു ടിങ്കോൾഫിൻ്റെ ഗൈസ്. ഈ 2 സാധനം കൂടെ കൊളാബായിട്ട് ഇവർ കാണിക്കണ ഒരു മായാജാലം, അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയി. ഞാൻ ഇതുവരെ ഒരു മൊബൈൽ ഫോൺ ഉണ്ട് എൻ്റെ അടുത്ത്. ആ ഫോണിൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണം, എഡിറ്റ് ചെയ്യാൻ വേണം, അപ്ലോഡ് ചെയ്യാൻ വേണം, തംബ്ലൈന് ക്രിയേറ്റ് ചെയ്യണം. ഇതെല്ലാം കൂടെ ആകുമ്പോൾ എൻ്റെ ഫോണാകെ ചത്ത്. ഞാൻ ഫ്രീസറിലൊക്കെ കൊണ്ടുപോയി വെക്കും ഫോൺ ചൂടായിട്ട്. ആക്ച്വലി ഇപ്പൊ വീഡിയോ എടുക്കുമ്പോൾ മാത്രമേ എനിക്ക് ആ പ്രശ്നമുള്ളൂ. ബാക്കി പരിപാടി ഫുള്ള് അവൻ ചെയ്യും. എൻ്റെ മാക്ബുക്ക് പ്രോ ചെയ്യും ഗൈസ്. 2020 മോഡലാണ് കേട്ടോ. അങ്ങനെ വലിയ അത്ര ഹെവി സാധനമൊന്നുമില്ല. അതിനുള്ള കപ്പാസിറ്റി ഒന്നും കറൻ്റ്ലി നമ്മളെടുത്തില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് വാങ്ങണം. ദെൻ അടുത്ത കാര്യം ഒരു ഹെഡ്ഫോൺസ് മേടിച്ച് ഞാൻ. സാധനം ഇങ്ങനെ ഉണ്ട്,
വലിയ ഇത് ഈ പറഞ്ഞ മാതിരി വലിയ ഹെവി അല്ല, എന്നാലും എനിക്ക് ആവശ്യമുള്ള സാധനം. എൻ്റെ സിംഹാസനം ഏതൊരു യൂട്യൂബറിന്റെ ഏതൊരു ഇൻഫ്ലുവൻസേഴ്സ് ആരാവട്ടെ ഈ ഇതുപോലെ ഒരു ഫ്രെയിമിന്റെ മുന്നിലിരുന്ന് പബ്ലിക്കിനെ നിങ്ങളെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ഏതൊരുത്തന്റെ ഒരു ഹോട്ട് സീറ്റ് ആണല്ലത്. ഈ സാധനം നമുക്ക് തരുന്ന കോൺഫിഡൻസ് കുറച്ചൊന്നുമല്ല. ഈ കിടന്ന് ഇങ്ങനെ കറങ്ങുമ്പോ മക്കളെ എൻ്റെ മുഖത്ത് എൻ്റെ ഒരു പ്രസന്നത കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഞാൻ എത്രത്തോളം ഹാപ്പിയാണ്, ഞാൻ എത്രത്തോളം താല്പര്യത്തോടെയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യണത് എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവില്ലേ. പിന്നെ ഇതാ ഇവൻ അത്യാവശ്യം നോയ്സ് ഇല്ലാതെ റെക്കോർഡ് ചെയ്യാൻ ഇവൻ സഹായിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 2 എണ്ണത്തിലാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഹെഡ്ഫോണിൽ റെക്കോർഡ് ചെയ്ത് വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ മൈക്കിലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കട്ടെ ഏതാ പോസ്റ്റ്. ഇതിനെന്തോ ഒരു സാങ്കേതിക തകരാറുകളുണ്ട്, ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടാവും, കൂടെ നമുക്ക് പരിഹരിക്കണം. അപ്പോളെ വൃത്തിക്ക് അതുകൊണ്ട് ഞാൻ രണ്ടും ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. കൊറോണ തുടങ്ങി ആ ഒരു എന്താ പറയുക എല്ലാവരും സിക്കായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങിയതാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടാം, അങ്ങനെയൊക്കെ തുടങ്ങാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടെ. ആക്ച്വലി ഞാൻ അന്നൊരു ചാനൽ തുടങ്ങുകയും ചെയ്തു. ആ ചാനൽ തുടങ്ങി ഞാൻ അതിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരു വീഡിയോക്കും ക്ലിയർ പോലും ഇല്ല. എന്താ പറയുക കള്ളിയായിട്ട് ഇങ്ങനെ കാണും. ഒരു ക്ലിയറിൽ അപ്ലോഡ് ചെയ്യാൻ പോലും എനിക്ക് പറ്റണില്ല. അറ്റ് ദ സെയിം ടൈം എൻ്റെ എലിമാൻ്റെ മോള് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. മോളെന്ന് പറയുമ്പോൾ എൻ്റെ പ്രായമൊന്നുമില്ല, ചെറിയ കൊച്ചാ. അന്ന് വന്നിട്ട് 3ാം ക്ലാസ്സിലെങ്ങാണ്ടാ പഠിക്കണേ. അവള് ഹലോ ഗായ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായി. അവളെ വീഡിയോ നോക്കിയപ്പോൾ ഗായ്സ് നല്ല ക്ലിയറും ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അവസാനം എനിക്ക് അവളോട് ചോദിക്കേണ്ടി വന്നു, ഇത് 3ാം ക്ലാസ്സിലെ കുട്ടീനോട് ചോദിക്കേണ്ടി വന്നു എങ്ങനെയാണ് ഇത് പോസ്റ്റ് ചെയ്തതെന്ന്. അങ്ങനെ തുടങ്ങി അന്ന് ഞാൻ വിചാരിച്ചു ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് പ്രിപ്പയർ ആവാണ്ട്, എന്നാലേ പരിപാടി സെറ്റ് ആവുള്ളൂ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങി 2025 കടക്കേണ്ടി വന്നു കഴിച്ച് ഞാനൊരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ അറൗണ്ട് വന്നിട്ട് 7-8 മാസമാവാനായി ഞാനൊരു ചാനൽ തുടങ്ങി. ഇന്നിതാ സബ്സ്ക്രൈബേഴ്സ് 1000 കടന്ന് 1600 സംതിങ് ആയി, 4000 വാച്ചിങ് അവർ ആയി. ഇനി അങ്ങോട്ട് ഗൈസ് ഞാൻ നല്ല കണ്ടന്റ് പരിപാടികളൊക്കെ ആയിട്ട് ഞാൻ തുടങ്ങാൻ പോവുകയാണ് അംഗം. ഈ വലിയ കൊമ്പൻ സ്രാവുകൾ യൂട്യൂബ് രാജാക്കന്മാർക്കിടയിൽ ഞാൻ ഇത്രയെങ്കിലൊക്കെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞുപുയി ആയിട്ടുള്ള എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ഗൈസ്. പിന്നെ മാത്രമല്ല യൂട്യൂബിന്റെ പുതിയ ക്രൈറ്റീരിയ ഞങ്ങൾ കണ്ടില്ലേ, ജൂലൈ 15 തൊട്ടിട്ട് യൂട്യൂബ് കൊണ്ടുവന്നുള്ള ക്രൈറ്റീരിയ പോളിസീസ് ഒക്കെ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ കൊടുക്കൂല എന്നൊക്കെ ഞാനൊക്കെ ടെൻഷനായിട്ടിരുന്നു. അടച്ചോടെ പണ്ടാണ് ഞാൻ താറ്റുന്ന വിട്ടൊരു ചാനൽ തുടങ്ങി നോക്കിയപ്പോൾ യൂട്യൂബ് പരിപാടി പൂട്ടിക്കെട്ടണമെന്നൊക്കെ വിചാരിച്ചു കയറി. അങ്ങനെയൊന്നുമില്ല. പണിയെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് വർക്കാട്ടെ ഹാർഡ് വർക്കാട്ടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടോ, നിങ്ങളുടെ അടുത്ത് കഴിവുണ്ടോ, യൂട്യൂബ് നിങ്ങൾ സപ്പോർട്ടീവ് ആണെന്നുള്ളത് എനിക്ക് ഇന്ന് മനസ്സിലായി കഴിച്ചു. ഇനി അങ്ങോട്ട് ഞാൻ നല്ല വീഡിയോസ് ഇട്ട് തുടങ്ങണം. ഇനി എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താ വെച്ചാൽ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഒരു 5 വീഡിയോ മിനിമം നല്ല റീച്ച് കിട്ടുന്നതും നല്ല വെർത്തായിട്ടുള്ളതും കണ്ടന്റ് ഉള്ളതും നമുക്ക് കമന്റ്സ് കൂടുതൽ വരാനും സംഭവങ്ങളൊക്കെ എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യാന്നുള്ളതാണ് അടുത്തെൻ്റെ ടാർഗറ്റ്. അതാവുമ്പോൾ യൂട്യൂബിൻ്റെ ഒരു അൽഗോറിതം ഇങ്ങനെ മേലേക്ക് കയറ്റി കൊടുത്താലോ അല്ലേ. വേറൊരു കാര്യം ഞങ്ങളോട് പറയാൻ പറ്റുമോ, ഞാൻ ഒരു 1.5 വർഷത്തോളം ഞാനൊരു പാഷൻ ഫ്രൂട്ട് നട്ടുകാണ്ട് ഞാൻ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഇട്ടില്ലെങ്കിലും ഞാൻ സാധനം ഇട്ടിട്ടുണ്ട്. ആ പാഷൻ ഫ്രൂട്ട് 1.5 വർഷമായിട്ട് കായ്ക്കണമില്ല, ഒന്നുമില്ല. ഞാൻ അതിന് ചെയ്യാത്ത ട്രീറ്റ്മെന്റ് ഇല്ല, കൊടുക്കാത്ത വളമില്ല, പോട്ടൊക്കെ 2-3 തവണ മാറ്റി കൊടുത്ത്, ഇനി പോട്ടിന്റെ സൈസൊക്കെ വലുതാക്കി കൊടുത്ത് അതിന് വേരിറങ്ങാൻ പറ്റാഞ്ഞിട്ടാണോ വെയിൽ കൊള്ളാഞ്ഞിട്ടാണോ പലതും ഞാൻ ചെയ്ത് അവസാനം ഞാനത് ഒന്നും ആവണില്ല, കായ്ക്കണില്ല. 1.5 വർഷമായിട്ട് ഒരു റിസൾട്ടും ഇല്ലാണ്ടായപ്പോൾ ഞാനതിന് കുറേ വളമൊക്കെ വാരിട്ട് കൊടുത്തു. അതിന് വേണ്ട എന്നുള്ള അവസ്ഥയായിട്ടോ. അതിലൊരു ദിവസം നോക്കിയപ്പോൾ ഇതിൻ്റെ വളം ഓവറായിട്ടാണ് തോന്നുന്നത്, ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ മഞ്ഞനിറായിട്ട് വരുന്നേ. അതിൽ ഞാൻ എന്ത് പഠിച്ചാൽ ഇത് ഉണങ്ങിയ റബ്ബെ, അവസാനം പണി പാളിയ വിചാരിച്ചിക്കാണ്ട് ഞാൻ പാഷൻ ഫ്രൂട്ട് ഇത് ഫുള്ള് ഞാൻ വലയിട്ട് നിങ്ങൾ കണ്ടില്ല, കോറിഡോറിൽ ഞാൻ സെറ്റാക്കി വെച്ചേക്കണേ. കോറിഡോറിൽ ഇങ്ങനെ ഒരു ഇത് എന്താ പറയുക കർട്ടൻ പോലെയാണ് ഞാൻ കെട്ടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ കയറിനുള്ളിൽ കൂടെ ഞാൻ തലയിട്ട് കാണിഞ്ഞ് പുറത്തെങ്ങാനും ഉണ്ടോ വിചാരിച്ചാണ് ഞങ്ങൾ നോക്കി. നേരെ നോക്കിയപ്പോഴും
ഒരു ഇത്രയും സൈസുള്ള പാഷൻ ഫ്രൂട്ട് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സംഭവം എന്താ, ആകെ 3 പൂവ് ഇട്ടിട്ടുള്ളൂ. അതിൽ ഒന്ന് വലിയ പാഷൻ ഫ്രൂട്ട് ആയിരിക്കണം, ഒന്നൊരു കുഞ്ഞു പാഷൻ ഫ്രൂട്ടും ഒന്ന് പൂവും, അങ്ങനെ നിന്നുണ്ടായി. കറന്റ് ഇപ്പോൾ വന്നിട്ട് അത് അത്യാവശ്യം സൈസായി. ഞാൻ അതിൻ്റെ ഒരു വേറെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് അത്രയും പറയാനുണ്ടത് അതിൻ്റെ തുടക്കം തൊട്ടുള്ള. അതിൻ്റെ മാത്രമല്ല കുറേത്തിൻ്റെ വീഡിയോ ഇട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാനില്ലേ. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയുണ്ടാവും. എനിവേ, മൊത്തത്തിൽ സന്തോഷമാണ് എനിക്ക്. ആ പാഷൻ ഫ്രൂട്ട് കാഴ്ചതും കൂടെ കണ്ടപ്പം എന്താ പറയുക, പഠിച്ചവന് എനിക്ക് തരുന്ന ഒരു മെസ്സേജ് പോലെ ഇങ്ങനെ തോന്നി. മൊത്തത്തിൽ ഇങ്ങനെ സന്തോഷങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. നമ്മൾ ആ ഒരു കറക്റ്റ് സമയം മനസ്സിലാക്കിയാൽ മതി. പഠിച്ചവൻ നമ്മൾ സപ്പോർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട് തോന്നി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ ഇരിക്കരുത്, പിന്നെ നമ്മൾ റഷായിക്കൊള്ളണം കാഴ്ച, റഷായിക്കൊള്ളണം. അത് തന്നെ. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്ന് പറയാനുള്ളത്. ഇനി അങ്ങോട്ട് നമുക്കെല്ലാം അടിപൊളി പരിപാടികളൊക്കെ ആയിട്ട് തുടങ്ങണം കേട്ടോ. അപ്പൊ ഇനി വരാനുള്ള കാര്യം എന്താ വെച്ചാല് 1600 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണിത്. ഇതിനി നമുക്ക് 10,000 കിടക്കണം, 50,000 കിടക്കണം, ലക്ഷം കിടക്കണം, ലക്ഷങ്ങൾ കിടക്കണം, മില്യൺ കിടക്കണം. ഓരോരോ യൂട്യൂബ് രാജാക്കന്മാരും തലതൊട്ടപ്പനായിട്ട് മാറണം കാശ്. നമുക്കേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂലേ, കൂടെ ഉണ്ടാവൂലേ? അപ്പം എന്നാ പിന്നെ ബെൽ ബട്ടൺ അടിച്ചാൽ, സബ്സ്ക്രൈബ് ചെയ്താൽ, സപ്പോർട്ടാക്കി കളി. എങ്ങനെയുണ്ട് എൻ്റെ ചാനൽ, എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ, ഇനി ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ച് ആക്കേണ്ടത് എന്നുള്ള നിങ്ങളെ ഐഡിയയിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക, കമൻസിലൂടെ അറിയിക്കുക. അല്ലാണ്ട് അറിയിക്കുക, എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ അറിയിക്കുക. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് കാണിച്ചു തരും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ. സോ സന്തോഷത്തോടെ, നിറമനസ്സോടെ, ആത്മപ്രതീക്ഷയോടെ വീണ്ടും കാണാം. ബൈ.